ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. വി ആർ നിവേദിത, നക്ഷത്ര. ഞങ്ങൾ പോകുന്നത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലാണ്. നോയ്ക്ക് ട്രാവലൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അവൻ തലയൊക്കെ വെളിയിലിട്ട് കാഴ്ച കണ്ടുകൊണ്ട് പോവുകയാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. സൈഡ് വ്യൂ ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഞങ്ങൾ മുമ്പേ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഹലോ ഗൈസ്, സ്നോവി. ഹലോ സ്നോവി, ഒരു ഹായ് പറഞ്ഞേ. സ്നോവി വെയിലത്തെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്ന സ്നോവിയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഇപ്പൊ ഞങ്ങൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എത്തിയിരിക്കുകയാണ്. ഇപ്പൊ കാർ പാർക്കിങ്ങിന്റെ ഏരിയയിലാണുള്ളത്. ഞങ്ങൾ ഇവിടെയാണ് കാർ പാർക്ക് ചെയ്തത്. ഇതാണ് താജ് ഹോട്ടൽ. 26 നവംബർ 2008 ഇവിടെ അറ്റാക്ക് നടന്നത്. നമ്മൾ മുംബൈയിൽ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ടൈം ഒരു 4:30 ആയപ്പോഴാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. അപ്പോൾ ഞാൻ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിക്കാം. പുതിയ താജ് ഹോട്ടൽ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ മുന്നിൽ പണി നടക്കുകയാണ്. അപ്പൊ ഞങ്ങളപ്പോ സ്നോവിയെ കൊണ്ടാണ് വന്നേക്കുന്നത്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കാണാൻ വന്ന സ്നോവിയാണ്. അച്ഛൻ കമ്പൗണ്ട് അടക്കമാണ്, കാരണം സ്നോവിയെ ബാക്കി പട്ടിയൊന്നും വന്ന് അറ്റാക്ക് ചെയ്യാതിരിക്കാൻ. ഇനി ഡൽഹിക്ക് തിരിച്ചു പോവുകയാണ്. ബൈ. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തു. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇനിയും ഡൽഹിയിലോട്ട് തിരിച്ചു പോവുകയാണ്. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റിലെല്ലാം പീക്കോക്കിൻ്റെ ഒരു ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട്. രാത്രിയൊക്കെ ആയി കഴിയുമ്പോൾ ആ ലൈറ്റ് ഓൺ ആകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. വീഡിയോയിൽ കാണുന്ന പോലൊന്നും അല്ല, വളരെ കളർഫുള്ളും ബ്യൂട്ടിഫുള്ളും ആണ്. പോകുന്ന വഴിക്ക് എല്ലാം വളരെ ബ്യൂട്ടിഫുള്ളും ഒക്കെ ആയിട്ടുള്ള ഒത്തിരി ധാബകളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം ഞങ്ങളും ഒരു ധാബയിൽ ഫുഡ് കഴിക്കാനൊക്കെ കയറി. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ സ്നോവി ഉറങ്ങാനുള്ള മൂഡിലാണ്.
ഡോറ് തുറന്ന സന്തോഷത്തിന് വെളിയിലോട്ട് ഇറങ്ങി ഓടുന്ന സ്നോവിയാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ രാവിലെ ഒരു ധാബയിൽ കയറി. ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു കടയിൽ കയറി പനീർ റൊട്ടിയും വാങ്ങി. അതേകൂട്ട് ഇതെന്തോ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. കുഞ്ഞാ ചേച്ചി സ്നോവിയുടെ കൂടെ ഇരിക്കുക, അതുകൊണ്ട് ഇപ്പോൾ കഴിക്കുന്നില്ല. അപ്പോൾ ഗൈസ് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വീണ്ടും ട്രിപ്പ് കണ്ടിന്യൂ ആണ്. എൻ്റെ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പം നമ്മളിപ്പോൾ ഹൈവേയിലാണ് ഉള്ളത്. അപ്പം ഞങ്ങളിവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നതാണ്. സ്നോവിയാണെങ്കിൽ കാറിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. അവൻ വെളിയിലോട്ട് ഇറങ്ങുന്നത് പോലും ഇല്ല. ഇവിടെ ഈ ഒരു ഹൈവേ എത്തിയപ്പോൾ തന്നെ എന്തൊരു ചൂടാണെന്നറിയാമോ? MP സ്റ്റാർട്ട് ആയപ്പോഴേ ചൂട് കൂടുതലായിരുന്നു. ഗോവ എത്തിയപ്പോൾ തന്നെ ഒരു നോർമൽ കാലാവസ്ഥയായിട്ട് തോന്നിയോ. ഡൽഹിയിലോട്ട് കയറാൻ പോകുന്ന രീതിയിൽ ഒരു റോഡുണ്ടല്ലോ MP-യിലെത്തി. MP എത്തിക്കഴിയുമ്പോൾ അവിടെ എത്തിയപ്പോൾ എന്ത് ചൂടാണെന്നറിയോ ഗൈസ്. അതുകൊണ്ട് അങ്ങോട്ട് ചൂടാണ്. നമുക്ക് ഫ്യൂംസ് കാണാൻ പറ്റും തിളയ്ക്കുന്ന പോലെ. ഞങ്ങളിപ്പോൾ വെളിയിൽ ഇറക്കുന്നില്ല, കാരണം എൻ്റെ കുഞ്ഞിന് വയ്യ, ചൂട് കാരണം. ഇത് കോട്ടയിലോട്ട് പോകുന്ന വഴിയാണ്. കോട്ടയിലോട്ട് പോകുന്ന വഴിക്ക് ഈ ഒരുപാട് സ്റ്റാച്യൂസ് ഒക്കെ ഉണ്ട്. വളരെ ഭംഗിയാണ് കാണാൻ. അപ്പം ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ കയറി. പിന്നെ രാത്രിയിലത്തേക്കുള്ളത് പാഴ്സലും വാങ്ങി. ഞങ്ങൾ ഇന്ന് നൈറ്റ് ഒരു 12 o'clock ആകുമ്പോഴത്തേക്ക് വീട്ടിലെത്തും. അങ്ങനെ ഞങ്ങളിപ്പോൾ ഡൽഹിയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. If you liked our video, please like, share, comment and subscribe to our YouTube channel. Till we come with new video. Bye bye.